ഷോപ്പിൽ നല്ല കച്ചവടമൊക്കെ ഉണ്ട്. മക്കളൊക്കെ അമേരിക്കയിൽ സെറ്റിൽഡാണ്. അവരങ്ങോട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകണമെന്ന് പറയും. സച്ചി ചോദിക്കും എത്ര കാശ് കിട്ടിയാലാണ് ഇത് കൊടുക്കാമെന്ന് ചോദിക്കും. അദ്ദേഹം ചോദിക്കും എന്താ ഇത് വാങ്ങാൻ വല്ല പ്ലാനുണ്ടോ? അദ്ദേഹം പറയും ഞാൻ ആരാ എന്താണെന്നൊന്നും അറിയാതെ എൻ്റെ കാര്യങ്ങളിൽ ഇടപെട്ട് എന്നെ സഹായിച്ച ആളാണ് സച്ചി. സച്ചിക്ക് വേണ്ടി ചില അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്യാൻ കേട്ടോ എന്ന് പറയും. വീട്ടിൽ എല്ലാവരും കൂടി ഇരുന്നിട്ട് ബിസിനസ്സിനെ പറ്റി ഇങ്ങനെ ചർച്ച ചെയ്യുക, എന്തെങ്കിലും ഐഡിയ കിട്ടിയോ എന്നൊക്കെ. ശ്രുതി പറയും ഇതുവരെ ഒരു ഐഡിയ കിട്ടിയിട്ടില്ല, ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ടെന്ന് പറയും. സച്ചി പറയും എൻ്റെ ഒരു ഐഡിയ ഉണ്ട്, എൻ്റെ വണ്ടിയിൽ രാവിലെ ഒരാൾ കയറി അയാളുടെ കട വിൽക്കുകയാണെന്നൊക്കെ പറയും. അമ്മ പറയും വല്ല പലചരക്ക് കടയൊക്കെ ആയിരിക്കും എന്ന് പറയും. സച്ചി അമ്മയോട് മറുപടി പറയാൻ പോകുമ്പോൾ അച്ഛൻ ചോദിക്കും നീ എന്തിനാടാ ഈ വിവരമില്ലാത്തവരോടൊക്കെ സംസാരിക്കാൻ പോകുന്നത്, ഇങ്ങോട്ട് വാന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ശ്രുതിക്കും വലിയ സന്തോഷമാവും. ഇത് കേൾക്കുമ്പോൾ അമ്മ പറയും അതൊന്നും വേണ്ടാന്ന് പറയും. അച്ഛൻ ചോദിക്കും എന്താ സച്ചി പറഞ്ഞുകൊണ്ടാണോ ചോദിക്കും. അമ്മ പറയും ഇവൻ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തോ കാരണം ഉണ്ടാവും എന്നൊക്കെ പറയും. പക്ഷേ ബാക്കിയുള്ളവർക്കൊക്കെ അത് കുഴപ്പമില്ല, നല്ലതാണെന്ന് തോന്നും. രേവതി സച്ചിയെ അപ്പുറത്ത് കൊണ്ടിട്ട് ചോദിക്കും എന്തിനാ അവരുടെ ഇതൊക്കെ പറയാൻ പോയത്, അവർക്കൊന്നും വലിയ ഇഷ്ടമില്ല സച്ചിയേട്ട ഇങ്ങനെയൊക്കെ പറയുന്നത്. അവരുടെ കയ്യിലുള്ള കാശുകൊണ്ട് അവരിഷ്ടമുള്ള ബിസിനസ് തുടങ്ങിക്കോട്ടെ എന്നൊക്കെ പറയും. ഈ ബിസിനസ് വഴി അവൻ രക്ഷപ്പെട്ട അച്ഛനെ കൊടുക്കാനുള്ള 50 ലക്ഷമൊക്കെ കിട്ടും എന്നൊക്കെ പറയും. രേവതിക്ക് പക്ഷേ ഇതൊന്നും ഒരു വിശ്വാസമില്ല. രേവതി പറയാം നടന്നത് തന്നെ എന്നുള്ള രീതിയിൽ സംസാരിക്കും. അവരെല്ലാവരും കൂടി ആ ഷോറൂം കാണാൻ പോവാണ്. എല്ലാവർക്കും വലിയ ഇഷ്ടമാവും അത്. അച്ഛൻ അമ്മേനോട് പറയും കണ്ടില്ലേ എൻ്റെ മോനെ ഇങ്ങനെ ഒരു ഓപ്ഷൻ പറഞ്ഞപ്പോൾ നീ എതിർത്ത് പറഞ്ഞതല്ലേ, എൻ്റെ മോൻ ആർക്കും ഉപദ്രവം ചെയ്യില്ല, നല്ലത് ചെയ്യുമെന്ന് പറയും. കടയുടെ ഉടമ സച്ചിയോട് ചോദിക്കും എവിടെ ഇത് വാങ്ങാൻ പോകുന്ന ചേട്ടനെ എവിടെയെന്ന് ചോദിക്കും. ശ്രുതി ഉണ്ടാവും അപ്പുറത്ത് ഫ്രിഡ്ജിൻ്റെയൊക്കെ വില ചോദിച്ചാൽ അവിടെ ഇങ്ങനെ ചെറിയ പിള്ളേർ മിഠായിക്കട കണ്ട പോലെ നിൽക്കുന്നു. അത് സച്ചി പറയും. സച്ചി അവനെ പിടിച്ചുകൊണ്ടുവന്ന് ഉടമയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കും. പിന്നെ ശ്രുതി കുറേ ഷോയൊക്കെ കാണിക്കും വലിയ ആളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും അവിടെ പോയിട്ട് ഓരോന്നും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ശ്രുതി നടന്നു പോകുമ്പോൾ കറങ്ങുന്ന ഒരു കസേര കാണും. ശ്രുതി ഇങ്ങനെ അതിലേക്ക് നോക്കി നിൽക്കും. എന്നിട്ട് അതിൻ്റെ ഉടമയാണെന്നുള്ള ഭാവത്തിൽ ആ കസേരയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്.